അതിവിദഗ്ധനെന്ന് കരുതുന്ന പല വാസ്തു വിദഗ്ധന്മാരും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മിസ്റ്റേക്കുകളിൽ ഒന്നാണ് ഒരു വീട്ടിലെ വാട്ടർ ടാങ്കുകളുടെ സ്ഥാനം നൽകുന്നത്. പലരുടെയും വീടുകൾ സന്ദർശിക്കുമ്പോൾ പലരുടെയും വീടുകളിൽ വാട്ടർ ടാങ്കുകൾ വടക്ക് തൊട്ട് കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിലോ കന്നിമൂല ഭാഗങ്ങളിലോ ആണ് കണ്ടുവരാറ്. ഇത് തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. വടക്ക് തൊട്ട് കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിൽ വാട്ടർ ടാങ്ക് വരുന്ന മിക്ക വീടുകളിലും അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളും തളർന്നു പോകുന്ന പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. കന്നിമൂലയിലുള്ള വാട്ടർ ടാങ്ക് കാരണം BP പോലുള്ള അസുഖങ്ങളും വയറിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അസുഖക്കാരെയും ഞാൻ കണ്ടുവരാറുണ്ട്. എവിടെയാണ് കൃത്യമായി വാട്ടർ ടാങ്കുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്? പല വാസ്തു വിദഗ്ധന്മാരും ജലസാന്നിധ്യമാണ് എന്ന് കരുതിയിട്ടാണ് വടക്ക് തൊട്ട് കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിൽ വാട്ടർ ടാങ്കുകൾ വെച്ചു കൊടുക്കുന്നത്. മറ്റു ചില വാസ്തു വിദഗ്ധന്മാർ കന്നിമൂലയിൽ വാട്ടർ ടാങ്കുകൾ വെച്ചോളൂ, അവിടെ ഭാരം നല്ലതാണെന്നുമാണ് പറഞ്ഞു കൊടുക്കാറ്. ഇത് തീർത്തും വളരെ വലിയ മിസ്റ്റേക്കുകളാണ്. പിന്നെ എവിടെയാണ് കൃത്യമായി വാട്ടർ ടാങ്കുകൾ വരേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ പഞ്ചഭൂതങ്ങളായ ജലം, വായു, അഗ്നി, ആകാശം, ഭൂമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഭൂമിക്കടിയിലുള്ള വെള്ളത്തിന്റെ സാന്നിധ്യത്തെ ജലതത്വമായി കണക്കാക്കാം. ഭൂമിക്ക് മുകളിലുള്ള ജലസാന്നിധ്യം ഒരിക്കലും ജലതത്വമല്ല. ജലതത്വം വരേണ്ടത് വടക്ക് മുതൽ കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിലാണ്. അതുകൊണ്ടാണ് എല്ലാ വാസ്തു വിദഗ്ധന്മാരും കിണറുകളും ബോർവെല്ലുകളും വടക്ക് തൊട്ട് കിഴക്ക് വരെയുള്ള ഭാഗങ്ങളിൽ നിർദ്ദേശിക്കുന്നത്. പക്ഷെ വാട്ടർ ടാങ്കുകൾക്ക് അവിടെ സ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വാട്ടർ ടാങ്കുകൾ ഇരിക്കേണ്ടത് നേർ തെക്കിലോ നേർ പടിഞ്ഞാറിലോ ആണ്. നേർ തെക്കിലോ നേർ പടിഞ്ഞാറിലോ വെക്കുന്ന വാട്ടർ ടാങ്കുകൾ നിങ്ങൾക്ക് എപ്പോഴും ഗുണങ്ങളെ തരുള്ളൂ. കഴിവതും തെക്കിലും പടിഞ്ഞാറിലും ഇരിക്കുന്ന വാട്ടർ ടാങ്കുകൾ നീല നിറത്തിലോ കറുത്ത നിറത്തിലോ ആവാൻ പാടുള്ളതല്ല. പകരം വെള്ള നിറമാണ് അത്യുത്തമം. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ലളിതമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ. നന്ദി, നമസ്കാരം.